വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC LGS വേരിയസ് നടത്തിയിട്ടുണ്ടായിരുന്നു 2024 അല്ലെ. അപ്പൊ അതില് 165/2024 എന്ന് പറയുന്ന കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഏതൊക്കെ ജില്ലകളിലെ പരീക്ഷയായിരുന്നു എന്നറിയോ? പത്തനംതിട്ട, കണ്ണൂര്, മലപ്പുറം, ഇടുക്കി ജില്ലകളിലെ എക്സാം ആയിരുന്നു. ഇതിന്റെ സയൻസ് പാർട്ട് ടീച്ചർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ GK പാർട്ട് മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് ചോദ്യം? അതായത് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറയുന്നത് ആരുടെ പ്രസ്താവനയാണ്? ഇതാര് നടത്തിയ പ്രസ്താവനയാണ് എന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് നടത്തിയ പ്രസ്താവനയാണ്. ഏതാണ് പ്രസ്താവന? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന പ്രസ്താവന നടത്തിയത് ആരാണ്? വില്യം ബെന്റിക് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇന്ത്യയില് നീലം കൃഷി വളരെയധികം വർദ്ധിച്ചു. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത്, കാരണം 18ാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി തുണി നിർമ്മാണ രംഗത്തുണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടം, അതുപോലെ തന്നെ അങ്ങനെ തുണി നിർമ്മാണ രംഗത്തുള്ള കുതിച്ചുചാട്ടം നീലത്തിന്റെ ഉയർന്ന ആവശ്യകത വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ വിലയും വർദ്ധിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാര് നീലം കൃഷിയില് ഇറങ്ങാനായിട്ട് തുടങ്ങി. പിന്നെ നീലം കലാപത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബംഗാളിൽ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടത്തിയ കലാപത്തെ നമ്മൾ എന്തു പറയുന്നു? നീലം കലാപം എന്ന് പറയുന്നു. അപ്പൊ എവിടെ നടത്തിയ കലാപമാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ എവിടെയാണ് നടന്നത്? ബംഗാളിലാണ് നീലം കലാപം നടന്നത്. അപ്പൊ ബംഗാളിൽ നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ 1859-60 കാലഘട്ടത്തിൽ നടത്തിയ സമരമാണ്. ഇനി ബംഗാളിൽ കർഷകരൊക്കെ സംഘടിപ്പിച്ച് നീലം കൃഷി ഉപേക്ഷിക്കാൻ പോവാണെന്ന് അവർ 1859 പറഞ്ഞു. ഞങ്ങൾ ഇനി നീലം കൃഷി ചെയ്യില്ല എന്ന് അവരൊരു എന്താ പറയുന്നത്, പ്രഖ്യാപനം നടത്തി. ഈ നീലം കലാപത്തെ അല്ലെങ്കിൽ നീലം കലാപത്തെ വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് അല്ലെ മക്കളെ? എന്താ പേര്? ഇൻഡിഗോ കലാപം, അതുപോലെ നീൽ വിദ്രോഹ. എന്താണ്? നീൽ വിദ്രോഹ, അങ്ങനെ പേരും കൂടി ഉണ്ട്. ഇൻഡിഗോ കലാപം, അതുപോലെ തന്നെ നീൽ വിദ്രോഹ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് കലാപമാണ്? നീലം കലാപമാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും നീലം കലാപത്തെ കുറിച്ചൊന്ന് പ്രധാനമായിട്ടും ഓർത്തു വെക്കാം. ഇനി ഈ നീലം കർഷകരുടെ ഭയങ്കര പ്രശ്നങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് ഒരു നാടകം രചിക്കുകയുണ്ടായി. നാടകം രചിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീനബന്ധുവാണ് നാടകം രചിച്ച് അദ്ദേഹം രചിച്ച നാടകത്തിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നീൽ ദർപ്പൺ എന്നാണ് കേട്ടോ. അപ്പൊ ദീനബന്ധുവിന്റെ നാടകം എന്താണ്? നീൽ ദർപ്പൺ എന്നാണ്. ഇത്രയും ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവൂ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 1857 റിവോൾട്ട്. ഹോട്ട് ടോപ്പിക്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് LGSന്റെ പഠിക്കണേ. ഇതിനു മുമ്പ് നമ്മള് ഏതാ പഠിച്ചത്? 174/2024, 170/2024, അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചപ്പോ അതിലൊക്കെ തന്നെ 1857 റിവോൾട്ട് വന്നിട്ടുണ്ട്. ഓരോ ഭാഗത്തും അതിന് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആൾക്കാർ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാം. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂർ ആയിരുന്നു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. തെറ്റാണ്. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അതും തെറ്റാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വീണ്ടും ഇതിനെ കുറിച്ച് പറയില്ല, ഒന്ന് മാത്രമേ ശരിയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ബീഗം ഹസ്രത്ത് മഹൽ എവിടെയായിരുന്നു, അതുപോലെ തന്നെ മൗലവി അഹമ്മദുള്ള എവിടെയായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ദാദാഭായ് നവറോജി, ഇതും പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ച LGSലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസ
മതപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയുടെ പേര് എന്താണ്? എന്താണ് അലിഗഡ് പ്രസ്ഥാനം? അപ്പൊ ഇന്ത്യയിലെ ആരുടെ? മുസ്ലിങ്ങളുടെ എന്തിനൊക്കെ? അതായത് സോഷ്യലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി, സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചു. അലിഗഡ് പ്രസ്ഥാനം ആര് സ്ഥാപിച്ചു? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാ സ്ഥാപിച്ച മക്കളെ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹം ഏത് വർഷമാണ് ഇത് സ്ഥാപിച്ചത്? 1875 അലിഗഡ് പ്രസ്ഥാനത്തിന്റെ എന്താ പറയാ, ഇദ്ദേഹത്തെ കൂടാതെയുള്ള പ്രവർത്തകരെ കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. ഒരാളുടെ പേര് ചിരാഗ് അലി എന്നാണ്. ആരാണ്? ചിരാഗ് അലി. ഓർക്കുക. അടുത്തത് നാസിർ അഹമ്മദ് എന്നാണ്. അടുത്ത ആളുടെ പേരെന്താ? നാസിർ അഹമ്മദ്. നാസിർ അഹമ്മദ്. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ കൂടെ എന്നോർക്കാട്ടോ. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട് ഇല്ലേ? അത് മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും കൂടി ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. 1875 അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഇനി ബ്രഹ്മവിദ്യാസംഘം എന്നും തിയോസഫിക്കൽ സൊസൈറ്റി അറിയപ്പെട്ടിരുന്നു എന്ന് ഓർത്തുവെക്കുക. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി എവിടെയായിരുന്നു? മദ്രാസിലെ അടയാറിലായിരുന്നു. ഇനി ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തക ആരാണ്? ആനി ബസന്റ് ആണ്. ഇനി ജ്യോതി റാവു ഫൂലെ എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ചതാണ് സത്യശോധക് സമാജ്. ടീച്ചർ ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് 1873 പൂനെയിലാണ് സ്ഥാപിച്ചത് എന്നും ഓർത്തു വെക്കണം ട്ടോ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് എന്താണ്? പ്രാർത്ഥനാ സമാജമാണ്. അത് സ്ഥാപിച്ചത് ആരാണ് മക്കളെ? ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം ആരാ സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗാണ്. എന്നാ സ്ഥാപിച്ചേ? 1867 ഇത്രയും കാര്യം ശരിയായോ? അടുത്ത ചോദ്യത്തിലേക്ക് വരൂ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജാറാം മോഹൻ റായിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് മിറാദ് ഉൽ അക്ബർ, അതുപോലെ തന്നെ സമ്പാദ് കൗമുദി. മിറാദ് ഉൽ അക്ബർ, സമ്പാദ് കൗമുദി തുടങ്ങിയവ രാജാറാം മോഹൻ റായിയുടെ പത്രങ്ങളാണ് എന്ന് ഓർത്തുവെക്കാം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിറാദുൽ അക്ബർ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മിറാദുൽ അക്ബർ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് എന്ന് ഓർത്തുവെക്കുക. അങ്ങനെയും എടുത്തു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് രാജാറാം മോഹൻ റായിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ ആരാ വിശേഷിപ്പിച്ചേ? രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശേഷിപ്പിച്ചത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മസമാജം. 1828 ഓഗസ്റ്റ് മാസം 20 ബ്രഹ്മസമാജം അദ്ദേഹം സ്ഥാപിച്ചത് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പോയിന്റുകളൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് വരൂ. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെ രാജാറാം മോഹൻ റായ് എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചത്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. അയ്യത്താൻ ഗോപാലൻ തലശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രഹ്മസമാജത്തിന് വേണ്ടി ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ശാഖ ഈ അയ്യത്താൻ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി എവിടെ ആരംഭിക്കുകയുണ്ടായി മക്കളെ? കോഴിക്കോട് ആരംഭിക്കുകയുണ്ടായി എന്ന് ഒന്ന് ഓർത്തു വെച്ചോളോട്ടോ. ഇനി അടുത്തത് ഇദ്ദേഹത്തെ ദർസാർ സാഹിബ്, ഇദ്ദേഹത്തിന്റെ ഒരു പേരാണ് കേട്ടോ. എന്താണ്? ദർസാർ. പറയൂ. ദർസാർ സാഹിബ്. അപ്പൊ ദർസാർ സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. ഇനി ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്. അത് എന്താണ്? ബ്രഹ്മധർമ്മ ആണ് എന്നും ഓർത്തു വെക്കാം. ഇനി അടുത്തത് അയ്യത്താൻ ഗോപാലന് റാവു സാഹിബ്
എന്ന് പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? റാവു സാഹിബ് എന്ന് പറയുന്ന വേറൊരു പേരും കൂടി ആർക്കുണ്ട്? അയ്യത്താൻ ഗോപാലിനുണ്ട്. അതുപോലെ തന്നെ ദാസർജി, എന്താണ്? ദാസർജി. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളോ. ഈ പേരുകളിലൊക്കെ അയ്യത്താൻ ഗോപാലൻ അറിയപ്പെടുന്നു. അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്ത്, അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അയിത്താചാരണവും ജാതി വ്യവസ്ഥയും നിർമ്മാർജ്ജനം ചെയ്യുക എന്നീ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇനി എന്താ പറയാ, ജാതിയുടെ അഭിമാനത്തിന്റെ ഒരു പ്രതീകമായിരുന്ന കുടുംബ, നമുക്കറിയാം, ആ കുടുംബം മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ മാതൃഗൃഹത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനൊക്കെ ആയിരുന്നു ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ട്ടോ. അപ്പൊ അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണം. ഇത് PSC ഡിലീറ്റ് ചെയ്തതാണ്. കുറിച്യ കലാപത്തെ കുറിച്ച് ടീച്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറിച്യർ കലാപം 1821 നടന്നേന്ന് ഓർക്കുക. അതിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനിയിപ്പോ പറയണില്ല. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ജില്ല ഏതാണ്? അത്? പാലക്കാട് ജില്ലയിലാണ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാലക്കാടാണ് അല്ലെ. 1923 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് ശബരി ആശ്രമം സ്ഥാപിക്കുന്നത്. 1923 ഒക്ടോബർ 2 ശബരി ആശ്രമം സ്ഥാപിക്കുന്നത്. ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ എന്ത് സ്ഥാപിച്ചു? ശബരി ആശ്രമം സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി എന്നൊക്കെയാണ് കേരളത്തിൽ വന്നത് എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നാലും ടീച്ചർ ഒന്നും കൂടെ വർഷം ഓർമ്മിപ്പിക്കുകയാണ്. 1920 ഓഗസ്റ്റ് മാസം 18 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നു. രണ്ടാമത് 1925 മാർച്ച് മാസം 8 വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ അദ്ദേഹം വരുന്നു. മൂന്നാമത് 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി വരുന്നു. നാലാമത് 1934 ഹരിജനത്തിന്റെ ഫണ്ട് ശേഖരിക്കുന്നതിന് ഉള്ള കാര്യവുമായിട്ട് വരുന്നു. അപ്പോ തന്റെ സ്വർണമൊക്കെ ഊരി നൽകിയ ഒരു സ്ത്രീയെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അറിയണ കുട്ടികൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അദ്ദേഹം അവസാനമായും അഞ്ചാമതായും വന്നത് 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വന്നത്, ഓർക്കുക കേട്ടോ. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യാഗ്രഹം എന്താണ്? നമ്മൾ ഈ സത്യാഗ്രഹത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം എന്നാണ് ആ സത്യാഗ്രഹത്തിന്റെ പേര്. EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകമൊക്കെ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. വൈക്കം വീരർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അഥവാ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതും EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ദ്രാവിഡ കഴകം. എന്താണ്? ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയണതാണ് ഇല്ലേ? എന്താ പേര്? എല്ലാവർക്കും അറിയാലോ, പെരിയോർ. വൈക്കം വീരൻ, പെരിയോർ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എന്താ പറയുന്നത്, വൈക്കം സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനാണ് EV രാമസ്വാമി നായ്ക്കർ കേരളത്തിൽ വന്നിട്ടുള്ളത്. അടുത്തത് നോക്കുക, അത് ഡിലീറ്റഡ് ആണ്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയത്. അപ്പോ ഏഴിമല ആസ്ഥാനമായിട്ട് ഭരിച്ച വംശമാണ് മൂഷക വംശം. എവിടെയാ മക്കളെ ഏഴിമല? ഓപ്ഷനിൽ അതിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഏഴിമല ആസ്ഥാനമായിട്ടാണ് ഭരിച്ചിരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പൊ കേരളത്തിലെ വളരെ പ്രാചീനമായിട്ടുള്ള രാജവംശമാണ് മൂഷക വംശം. വടക്കൻ കേരളത്തില് ഏഴിമല, പയ്യന്നൂരൊക്കെ ഉള്ള പ്രദേശല്ലേ, അവിടെയാണ് ഇവര് ഭരണം നടത്തിയിരുന്നത്. പിന്നീട് അത് കോലത്തുനാട് എന്നറിയപ്പെട്ട പ്രദേശമാണ്. ഇത് ഏത് പേരിലാണ് ഇത് അറിയപ്പെട്ടത്?
കോലത്ത് നാട് എന്നാണ് പിന്നീട് ഈ പേര് സ്ഥലം അറിയപ്പെട്ടിരുന്നത് എന്ന് ഓർത്തു വെക്കാം. 11ാമത്തെ ക്വസ്റ്റ്യനും ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് PSC 4 ക്വസ്റ്റ്യനോളം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി ഇന്ത്യക്കാരി 11ാമത്തെ, അതും ഡിലീറ്റ് ചെയ്തതാണ്. അപ്പൊ അത് നമ്മള് വിട്ട് കളയാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ടീച്ചർ ക്ലിയർ ആയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ചൊന്നും പഠിക്കാനില്ല കേട്ടോ. അപ്പൊ 12ാമത്തെ ചോദ്യം നോക്കൂ. 2024 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ് നടന്നത്? 2024 നടന്നത് ഇറ്റലിയിലാണ്. ഇനി 51ാമത്തെ G7 ഉച്ചകോടി 2025 അതിന്റെ വേദി ഏതാണ്? കാനഡ. എവിടെയാണ്? കാനഡ. 2025 G7 എത്രാമത്തെ G7 ആയിരുന്നു എന്നാ പറഞ്ഞേ നമ്മൾ? 51ാമത്തെയാണെന്ന് ഓർത്തു വയ്ക്കാട്ടോ. അടുത്ത 13, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ടത് ഏതാണ്? ഏതാ നീക്കം ചെയ്യപ്പെട്ടത്? നമ്മൾ പഠിച്ചിട്ടില്ലേ? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശം അല്ലാതായി മാറി അല്ലെ? 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതായത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാട്ടോ. ഇനി അടുത്തതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ഇതിനു മുമ്പ് കുറച്ച് ആർട്ടിക്കിൾ ടീച്ചർ പറഞ്ഞപ്പോ അതിൽ പറഞ്ഞിട്ടില്ലേ? ആർട്ടിക്കിൾ ഏതാണ്? 24 ബാലവേല, ആർട്ടിക്കിൾ 24. ഇനി അപ്പൊ ജൂൺ 12 എന്താണെന്ന് പറഞ്ഞ മക്കളെ? ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. ജൂൺ 12. ക്ലിയർ ആയോ? അടുത്തു നോക്കൂ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്നത് ആരെയാണ്? ആരെ സമീപിക്കാം? സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും. മൗലികാവകാശങ്ങൾ അല്ലെ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനായി എന്തു പുറപ്പെടുവിക്കാം? റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട്. പഠിച്ചിട്ടില്ലേ നമ്മള്? ഇനി അടുത്തത് ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയേ? അറിഞ്ഞൂടെ എല്ലാവർക്കും? ജവഹർലാൽ നെഹ്റു അല്ലെ? ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 17ാമത്തെ ചോദ്യം. അവസാനത്തെ ഭേദഗതി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയാണോ? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണമാണോ? 4 ഓപ്ഷനാ. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന അവസാനത്തെ ഭേദഗതി. ഇത് 106ാം ഭരണഘടനാ ഭേദഗതി 2023. ഈ ഭേദഗതിയെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഈ ഭേദഗതി നടപ്പിൽ വരുത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിങ്ങളിപ്പോ എന്നെ കളിയാക്കുണ്ടാവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. ഈ ഭേദഗതിയുടെ പേര് എന്താണ്? ഏതാണ്? നാരി ശക്തി വന്ദൻ അധീനിയം അല്ലെ? എന്താണ്? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള 106ാം ഭരണഘടനാ ഭേദഗതി 2023 നിലവിൽ വന്നതിനെ വിളിക്കുന്നത് നാരി ശക്തി വന്ദൻ അധീനിയം എന്നാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ്. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33% അല്ലെങ്കിൽ 1/3 വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു അല്ലെ? എത്ര നാളത്തേക്ക്? 15 വർഷത്തേക്ക് സംവരണം ചെയ്യാൻ ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാകില്ല എന്നും ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്?
കഴിഞ്ഞ ദിവസം ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിച്ച? പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, അതുപോലെ തന്നെ നീതി ആയോഗ്. ഇത് മൂന്നെണ്ണം പഠിപ്പിച്ചു. അടുത്ത ദിവസം ഹോട്ട് ടോപ്പിക്സിൽ തീർച്ചയായിട്ടും നമ്മൾ പഞ്ചവത്സര പദ്ധതിയാ പറയാട്ടോ. അപ്പൊ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും പ്രാധാന്യം എന്താണ്, എന്തൊക്കെയാ അതിൽ ഉൾപ്പെട്ടിരിക്കണേ, അത്രയും കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രാവശ്യവും പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി, പക്ഷെ അത് എല്ലാ പ്രാവശ്യവും ചോദിക്കണ ചോദ്യമാണ്. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാ മക്കളെ? സ്ഥിരതയോട് കൂടിയ വളർച്ച, അത് 4ന്റെയാണ്. അതുപോലെ തന്നെ സ്വാശ്രയത്വം, അതും 4ന്റെയാണ് കേട്ടോ. അപ്പോ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വത്തോടുകൂടിയുള്ള സ്വയം എന്താ പറയാ പുരോഗമനവുമായിരുന്നു. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വളരെയധികം എന്താ പറയാ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു ഈ പദ്ധതി എന്ന് ഓർത്തു വയ്ക്കുക. ഇനി എന്താ പറയുന്നത്, നാലാം പഞ്ചവത്സര പദ്ധതി എന്താ പറയുന്നത് നടപ്പിലാക്കി, ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയത്, അങ്ങനെ ചോദിക്കാം. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് ഓർത്തു വയ്ക്കാട്ടോ. അതുപോലെ തന്നെ ധവള വിപ്ലവം, ധവള വിപ്ലവം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം നടപ്പിലാക്കിയത് 1970 ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നും കൂടി ഓർത്തു വെക്കണം. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണേ? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ ഏതെല്ലാമാണ് എന്ന്. ഇത് നമ്മൾ പഠിച്ചില്ലേ? ഹോട്ട് ടോപ്പിക്സിൽ ടീച്ചർ പറഞ്ഞു തന്നില്ലേ? അതിലെ സൈനിക നടപടി ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ലയന കരാർ ഉണ്ടായിരുന്നു, അനുരഞ്ജൻ ഉണ്ടായിരുന്നു. ഈ 3 നടപടികൾ വഴിയും ഇന്ത്യൻ യൂണിയനിലേക്ക് നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചിരുന്നു എന്ന് ഓർത്തു വെക്കാം. ലയനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 20ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല. ഇനി വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്യാം. ക്ലാസ് ഉറപ്പാണ്, പരീക്ഷയ്ക്ക് അത് ചോദിക്കും എന്നുള്ള ഉറപ്പാണ്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ പറയാട്ടോ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ഗഗൻയാൻ എന്നാണ് പേര് അല്ലെ. ആദ്യത്തെ മാൻ സ്പേസ് മിഷൻ ആണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഗഗൻയാൻ വിക്ഷേപണ വാഹനം ഏതാണ്? GSLV MK3 GSLV MK3 ഇതാണ് ഏതാ നമ്മുടെ ഗഗൻയാൻ വിക്ഷേപണ വാഹനം. ക്ലിയർ ആയില്ലേ? ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഈ പദ്ധതിയില് ഇന്ത്യയുമായി ISROയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റഷ്യയും അടുത്തത് ഫ്രാൻസുമാണ്. ഇവര് രണ്ടും ഇന്ത്യയുമായി അല്ലെങ്കിൽ ISROയുമായി സഹകരിക്കുന്നു. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? R ഹട്ടൻ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? R ഹട്ടൻ ആണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റഷ്യ എത്തിച്ചിട്ടുണ്ട്, അടുത്തത് ചൈന എത്തിച്ചിട്ടുണ്ട്, അടുത്തത് അമേരിക്ക എത്തിച്ചിട്ടുണ്ട് എന്നും കൂടി ഓർത്തു വെക്കാം. ആരാണ് ഗഗൻയാൻ പദ്ധതി? ഗഗൻയാൻ എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 2018 അദ്ദേഹം അത് പ്രഖ്യാപിച്ചത് എന്നും കൂടി ഓർത്തു വെക്കാം. ക്ലിയർ ആയോ മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് വരൂ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നറിയപ്പെടുന്നു. കാർഗിൽ യുദ്ധത്തിൽ 99 കാർഗിൽ യുദ്ധത്തിൽ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. അടുത്ത ചോദ്യം എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? അത് നമുക്ക് ഓപ്ഷൻ ഒന്നും നോക്കാണ്ട് തന്നെ പറയാൻ പറ്റും. മനു ഭാക്കർ ആണ്. മനു ഭാക്കർ ആണ്. ഇനി അത് എന്താ പറയാ? ജെയിൻ ജെയിൻ അല്ല, എന്താ പറയാ ജിന്ന വായിക്കുക.
ജിൻ, OA ജിൻ എന്ന സൗത്ത് കൊറിയക്കാരനാണ് എന്ത് നേടിയത്? ഗോൾഡ് നേടിയത് ഷൂട്ടിങ്ങിൽ കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചോളാം. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കൊൽക്കത്തയിലാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെട്ടു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത നിരയിലാണ്. എവിടെയാണ്? കാരക്കോറം പർവ്വത നിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെട്ടു അല്ലെ, അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ 8661 മീറ്റർ ഉയരം അല്ലെ. ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കൂടിയാണ് മൗണ്ട് കെട്ടു അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് മനസ്സിലാക്കണം. 26ാമത്തെ ചോദ്യം, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? ഇരുമ്പാണ് കേട്ടോ. ഇനി അടുത്തത് 27, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. അടുത്തത്, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2003. അടുത്ത ചോദ്യം, ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തീർണം 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. നമ്മൾ പറഞ്ഞു ഇന്ത്യ ഫാക്ട്സ്, ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഹോട്ട് ടോപ്പിക്കാണ്. അപ്പൊ അതിൽ പെടുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ് അല്ലെ? 32,87,000, അങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ 32,87,263 ചതുരശ്ര കിലോമീറ്റർ അഥവാ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് എത്രാമത്തെ ചോദ്യമാണ് അടുത്തത്? 30ാമത്തെ ചോദ്യം അല്ലെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ന് ഓർക്കുക. കേരളത്തിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് നമുക്കറിയാം അല്ലെ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാറ്. ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഏത്? ഇടുക്കി അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോ എന്താ മികച്ച നടനായി ആരെ തെരഞ്ഞെടുത്തു? 53. ആരെ തെരഞ്ഞെടുത്തു? മമ്മൂട്ടി. ആരെയാണ് തെരഞ്ഞെടുത്തത്? മമ്മൂട്ടിയെ കേട്ടോ. അടുത്ത 33ാമത്തെ ചോദ്യം എന്താ? 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ആരാണ് ജേതാക്കള്? ഓസ്ട്രേലിയയാണ്. ആരാണ്? ഓസ്ട്രേലിയയാണ് എന്ന് ഓർത്തു വയ്ക്കാം. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കണം. കേരളത്തിൽ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2018 പ്രഖ്യാപിച്ചത്. ഇനി റാം കെയർ ഓഫ് ആനന്ദി എന്ന പേരിൽ അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര് എന്ന് ഓർത്തു വയ്ക്കുക. ആരാണ്? മല്ലി കഥാപാത്രമാണ്, രേഷ്മ കഥാപാത്രമാണ്, സുമതി ഇല്ല, കിരൺ കഥാപാത്രമാണ്. അപ്പോ സമീപകാലത്ത് യുവ വായനക്കാർക്കിടയിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജന്റെ കേട്ടോ. റാം, രേഷ്മ, വെട്രി, ആനന്ദി, അതുപോലെ പാട്ടി, കിരൺ, അതൊക്കെ വളരെ അതിലത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേട്ടോ, കഥാപാത്രങ്ങളാണ്. ഇനി അടുത്ത് നോക്കിയേ, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ശതമാന അടിസ്ഥാനത്തിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ്? വയനാട്. പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പാതിരാമണല്? വേമ്പനാട് കായലിലെ വളരെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ദ്വീപാണ് പാതിരാമണൽ. കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്നതാണിത് കേട്ടോ. പാതിരാമണൽ അറിയപ്പെടുന്നത് അനന്തപത്മനാഭൻ തോപ്പ് എന്ന വേറൊരു പേരിലും കൂടിയും അറിയപ്പെടുന്നുണ്ട്. ഏത്? പാതിരാമണൽ എന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് 39ാമത്തെ ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ടയാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ചോദ്യമാണ്. കായലുകളുടെ രാജ്ഞി, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? ശാസ്ത്ര വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കാം.
റീഡ് തവളകളെ എവിടെയാ കാണപ്പെടുന്നത്? റീഡ് തവള കക്കയത്ത് കാണപ്പെടുന്നതാണ് റീഡ് തവള. കക്കയത്താണ് റീഡ് തവള. ചാമ്പൽ മലയണ്ണാൻ ചിന്നാറിൽ കാണപ്പെടുന്നു. ചാമ്പൽ മലയണ്ണാൻ എവിടെയാ? ചിന്നാർ വന്യജീവി സംഘം. സിംഹവാലൻ കുരങ്ങുകളെ സൈലന്റ് വാലിയിലും വരയാടുകളെ ഇരവികുളത്തും കാണപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് പറയുന്നത് ശരിയായ ട്ടാ? ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ശരിയാണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 കിഴക്കൻ അല്ലെങ്കിൽ പൂർവ്വരേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ളത് ഇന്ദിര കോളാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ളത് ഇന്ദിര പോയിന്റ് ആണോ? ശരിയാണ്. കണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. എല്ലാം ശരിയാ കൊടുത്തേക്കണം. നമ്മൾ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മനസ്സിലാവണ്ട? അപ്പൊ ഇതിലെല്ലാം ശരിയാ മക്കളെ. അടുത്ത ചോദ്യം നോക്കിയേ. എത്രാമത്തെ ചോദ്യം? 42ാമത്തെ ചോദ്യം. ഇന്ത്യൻ ജലസേന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ തന്നിരിക്കുന്നു. ഇതിൽ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ശരിയായ, ഇപ്പോഴും അത് ടീച്ചർ വിടുക, ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് കേട്ടോ നോക്കിക്കോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ. തെറ്റ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാകുഡ്. ശരി. അടുത്തത് എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് വക്രാനങ്കൽ. തെറ്റ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന. ശരിയാണല്ലോ. അപ്പോ 2ഉം 4ഉം മാത്രം ശരി അല്ലെ? അതല്ല ഓപ്ഷൻ എടുക്കണ്ടേ? കണ്ട, 2ഉം 4ഉം മാത്രം ശരി ട്ടാ. അപ്പൊ വിവിധോദ്ദേശ പദ്ധതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ വിവിധോദ്ദേശ നദീ തട പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് ഇടാം കേട്ടോ. ഓട്ടോപിക്സ് ക്ലാസ്. പെരിയാറിന്റെ നീളം എത്രയാണ്? എത്രയാ പെരിയാറിന്? എത്രയാ നീളം? പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. ഈ സാധനം PSC ഡിലീറ്റ് ചെയ്തതാണ്. എത്ര കിലോമീറ്റർ ആണെന്ന് അറിയണ കുട്ടികളുണ്ടെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടണം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? എന്താണ്? ബന്ധം ഇല്ലാത്ത പ്രസ്താവന. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ. തെറ്റാണ്. എവിടെയാണ് ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? അപ്പോ ഇത് ബന്ധമില്ലാത്തതാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. യെസ്, ശരിയാണ്. ശരിയാണോ? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണോ? ഇനി ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു ട്ടോ. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. അതായത് ഇത് ശരിയാണ് അല്ലെ? ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അപ്പൊ ഇതില് ബന്ധമില്ലാത്ത പ്രസ്താവന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അല്ല ലോക്സഭ, അതുപോലെ ഉപരാഷ്ട്രപതി എല്ലാ അധ്യക്ഷം വഹിക്കണം അല്ലെ? അപ്പൊ ഇത് രണ്ടും ബന്ധമില്ലാത്ത പ്രസ്താവന. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. അതൊക്കെ ശരിയാണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, 45ാമത്തെ ചോദ്യം നോക്കിയേ. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് വായിക്കേ വേണ്ട, കാരണം PSC ഡിലീറ്റ് ചെയ്തതാണ്. എന്താ സാമ്പത്തിക വളർച്ച മക്കളെ? ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടാവുക? ഉൽപാദനത്തിലും വരുമാനത്തിലും വർധനവ് ഉണ്ടാവണം, ദേശീയ വരുമാനത്തിൽ വളർച്ച ഉണ്ടാവണം, സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കണം, അതുപോലെ സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകണം, വളർച്ച ഹ്രസ്വ കാലയളവിൽ സംഭവിക്കണം. ഇത്രയും കാര്യങ്ങളായാലാണ് സാമ്പത്തിക വളർച്ചയാവുള്ളൂ. ഇപ്പൊ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ ഇതൊക്കെയാണ്. അതായത് വ്യാവസായിക ഉൽപാദനം കൂടും, കാർഷികോൽപാദനം കൂടും, സേവന മേഖല വളരും, അതുപോലെ തന്നെ വാങ്ങൽ ശേഷി കൂടും. അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ശരിയായിരുന്നു. ഇതിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്കത് പറയാൻ പറ്റില്ല. ഇനി അടുത്ത 46, അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തട്ടാ. 46 നോക്കിയേ. വരാഹമിഹിരന്റെ ഏതാ? നമുക്കിത് ശരിക്കും പഠിക്കാനില്ല. ലഘുജാതകം അല്ലെ? ഏൻഷ്യൻ ഇന്ത്യ, വരാഹമിഹിരന്റെ ലഘുജാതകം. കാളിദാസന്റെ വിക്രമോർവശീയം, വിശാഖദത്തന്റെ മുദ്രരാക്ഷസം, ശൂദ്രകന്റെ മൃച്ഛകടികം. ഇതൊക്കെ ഏൻഷ്യൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്താ പറയാ, കുറച്ച് കൃതികളാണ് കേട്ടോ. പലപ്പോഴും ചോദിക്കാറുണ്ട്, പക്ഷെ ഇവിടെ ഏൻഷ്യൻ ഇന്ത്യ ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പഠിക്കില്ല, പക്ഷെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത് നോക്കിയേ. 47ാമത്തെ ചോദ്യം ഏതാ പറയണേ? കൃത്രിമോപഗ്രഹം ആദിത്യ L1 അല്ലെ? വിക്ഷേപിച്ചത് ഏതിലാ? PSLV
C57ലാണ്, PSLV C57ലാണെന്ന് മനസ്സിലാക്കുക. ഇനി 48 എന്താണ് സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആരങ്ങേര്? അഗസ്ത് കോത്തെ. എന്താണ്? അഗസ്ത് കോത്തെ ആണ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്ന് ഉള്ളതായിരുന്നു? തെക്കേ അമേരിക്ക. എവിടെ നിന്നുള്ളതായിരുന്നു? തെക്കേ അമേരിക്കയാണ് എന്ന് ഓർത്തു വയ്ക്കാം. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 മണ്ണ് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? മണ്ണ് ദിന സന്ദേശം. 2023 മണ്ണ് ദിന സന്ദേശം അതാണ് എന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ. അപ്പോ സന്ദേശങ്ങൾ, ഓരോ വർഷത്തെയും സന്ദേശങ്ങൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഓട്ടോപിക്സിൽ പഠിക്കാം കേട്ടോ. ഇവിടെ പറയുമ്പോൾ കുറെ അധികം അടുപ്പിച്ച് പറയേണ്ടി വരും. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം എവിടെയാണ്? ആന്റോണിയോ ഗൂട്ടറസ് ആണ്. അദ്ദേഹം പോർച്ചുഗൽകാരനാണ് എന്ന് ഓർത്തു. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ആര് എന്നുള്ളതാണ്. ആർക്കാണ് ലഭിച്ചത് എന്നാണ്? ക്ലോഡിയ അല്ലെ? ക്ലോഡിയക്കല്ലേ? ക്ലോഡിയ ഗാർഡിനാണ് ലഭിച്ചത്. അടുത്തത് നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന ഏത്? ചെറുകുടലുമായി യോജിച്ചത് കേട്ടാ. യോജിച്ച പ്രസ്താവന ഏത്? നമ്മള് ഇത് ഇടയിൽ ഒരെണ്ണം സയൻസിന്റെ ഭാഗമാണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. എന്നാലും ഇതും കൂടെ നമുക്ക് പറയാം. ചെറുകുടലുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതെന്ന് നോക്കിയേ. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ചെറുകുടൽ. ശരിയല്ലേ? ശരിയാണല്ലോ. അടുത്ത വില്ലസുകളിൽ കാണപ്പെടുന്ന ഭാഗം. യോജിച്ച പ്രസ്താവന ശരിയാണ്. ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, അതും ശരിയാണ്. അപ്പൊ ഇതൊക്കെ ശരിയല്ലേ മക്കളെ? എല്ലാ ക്വസ്റ്റ്യൻസും ശരിയാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശരിയാണ്. അപ്പൊ ഇനിയുള്ളത് മുഴുവൻ സയൻസിന്റെ കുറെ ഭാഗങ്ങളാ. ഏതാണ്? സയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ ഭാഗം സയൻസിന്റെ ഭാഗങ്ങൾ നമുക്ക് അവിടെ നിർത്താം. സയൻസിന്റെ ഭാഗങ്ങൾ നമുക്ക് വേണ്ട, അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, ക്ലാസ്സിൽ നമ്മൾ എടുത്തു തന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയണതിൽ അർത്ഥമില്ലല്ലോ. ഇതൊക്കെ ടീച്ചർ പറഞ്ഞതാ കേട്ടോ. ജീവിതശൈലി രോഗം കണ്ടോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇനി അടുത്തത് എന്താണ്? 77ാമത്തെ ചോദ്യമാണ്. 77ാമത്തെ ചോദ്യം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? നിലമ്പൂരാണ് കേട്ടോ. ഏതാണ്? നിലമ്പൂരാണ് എന്ന് ഓർത്തു. ഏതാണ്? നിലമ്പൂരാണ്. ഇനി ഇതും സയൻസുമായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷെ അത് PSC ഡിലീറ്റ് ചെയ്യാണ്. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചു. ഏത് സമയ സന്ദർഭമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് അത് എന്താണ്, മാറ്റിവെച്ചു. ഇന്ത്യൻ ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് എന്നുള്ളതാണ് അടുത്തത്. എവിടെയാണ്? ആസാമിലാണ്. ഇത് നമ്മൾ പറഞ്ഞത്, എന്നാലും ഞാൻ ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. അടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? എവിടെയാണ്? നാഗാലാൻഡ് ആണ്. എവിടെയാണ്? നാഗാലാൻഡ് ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് സയൻസിന്റെ ഞങ്ങൾ ആ 2-3 ചോദ്യം നമ്മൾ മുമ്പ് പറഞ്ഞതാ, എന്നാലും ടീച്ചർ ഒന്നും കൂടെ ആവർത്തിച്ചു എന്നുള്ളൂ. എത്ര പ്രാവശ്യം പറഞ്ഞാലും അധികം ഒന്നും ആവില്ലല്ലോ. അപ്പൊ നമ്മൾ പരമാവധി എന്താ പറയാ, അനുബന്ധ വസ്തുക്കൾ പഠിക്കാനുള്ള നമ്മൾ ഒപ്പം പഠിച്ചു പോണ്ട്. പിന്നെന്താണ്, വേറെ ഈ സയൻസിന്റെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്നുണ്ട് റിവിഷൻ ആയിട്ട്. അപ്പൊ ഇത്രയൊക്കെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസോട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണം. എന്നാലേ കാര്യമുള്ളൂ. നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നും കൂടി നമ്മളൊന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി ഇതുപോലെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.